വചനോദയം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞങ്ങളും ഫരിസേയരും ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അവൻ അവരോട് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർക്ക് ദുഃഖമാചരിക്കാനാവുമോ? മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും. അപ്പോൾ അവർ ഉപവസിക്കും. വചന വിചിന്തനം. ഉപവാസ സമ്പ്രദായങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന വചനഭാഗമാണിത്. ഫരിസേയരും യോഹന്നാന്റെ ശിഷ്യന്മാരും മതത്തിൻ്റെ ആചാരമായി ഉപവസിച്ചിരുന്നു. അനുതാപം, വിനയം, ദൈവപ്രീതി എന്നിവയെ പ്രതീകപ്പെടുത്തുന്ന ഉപവാസം അവരുടെ മതപാരമ്പര്യത്തിൽ ഒരു പ്രധാന ആചാര്യമായിരുന്നു. എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാർ ഈ ആചാരം പാലിക്കാത്തത് കണ്ടപ്പോൾ അത് പലരിലും അമ്പരപ്പുളവാക്കി. പിന്നീട് അത് ചോദ്യങ്ങളായി യേശുവിൻ്റെ മുമ്പിൽ ഉയർന്നു. യേശു അതിനെ ഒരു വിവാഹ വിരുന്നിൻ്റെ രൂപകം ഉപയോഗിച്ച് മറുപടി നൽകുന്നു. യേശുവിനെ മണവാളനോടും യേശുവിൻ്റെ സാന്നിധ്യം ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമയത്തോടും ഉപമിക്കുന്നു. മണവാളൻ കൂടെയുള്ളപ്പോൾ വിവാഹ അതിഥികൾ വിലപിക്കില്ല. ഒരു വിവാഹം ആഘോഷത്തിൻ്റെയും വിരുന്നിൻ്റെയും സമയമാകുന്നതുപോലെ യേശുവിൻ്റെ വരവ് ആത്മീയ സമൃദ്ധിയുടെ ഒരു പുതിയ യുഗത്തെ അടയാളപ്പെടുത്തുന്നു. യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു ഉപവാസത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ വരനായ യേശുവിനെ അവരിൽ നിന്നും എടുക്കപ്പെടുന്ന ഒരു കാലം വരും. ആ സമയത്ത് അവർ തീർച്ചയായും ഉപവസിക്കുകയും വിലപിക്കുകയും ചെയ്യും. നമ്മുടെ ക്രിസ്തീയ യാത്രയിൽ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ആത്മശോധനയ്ക്കും അനുയോജ്യമായ ഋതുക്കളുണ്ടെന്നും ഒപ്പം ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്ന കാലങ്ങളുണ്ടെന്നും ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ വിരുന്നിൻ്റെയും ഉപവാസത്തിൻ്റെയും സമയം സ്വയം തിരിച്ചറിഞ്ഞ് യാത്ര ചെയ്യാം.